ഇന്നലെയുണ്ടായ വിയറ്റ്നാം ബോട്ട് അപകടം, അതിൽ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിയറ്റ്നാം പ്രധാനമന്ത്രി. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ 15 ഭാരതീയർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം തന്നെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് കൃത്യമായ വൈദ്യസഹായം ലഭിച്ചില്ല എന്ന ആരോപണവും ഉയരുകയാണ്. ഐസൻ ജോസിലേക്ക്. ഐസൻ, എങ്ങനെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു? ഏത് രീതിയിലാണ് അന്വേഷണം? ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ നിരവധി പേരുണ്ട്, അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? രാഖി, അശ്വതി, ഇപ്പോൾ ഈ പരിക്കേറ്റവരിൽ 2 പേരുടെ ആരോഗ്യനില ക്രിട്ടിക്കലാണ്, അല്ലെങ്കിൽ ആശങ്കാജനകമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 15 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 15 പേരിൽ 10 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും 3 പേർ ആന്ധ്രയിൽ നിന്നുള്ളവരും 2 പേർ കൊല്ലം സ്വദേശികളായ, ഇന്നലെ വാർത്തകളിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികളായ 2 പേരുമായിരുന്നു മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 36 പേർ ഈ ബോട്ടിലുണ്ടായിരുന്നു. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തി. 15 പേർ മരണത്തിന് കീഴടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏറ്റവും ഗൗരവതരമായൊരു വിഷയം എന്ന് പറയുന്നത്, ഈ തുറമുഖത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ ലാൻഡിംഗ് സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ അകലെ മാത്രമായിരുന്നു ഈ ബോട്ട് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ബോട്ട് മറിയുകയായിരുന്നു. അതിലെന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ചയുണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള പരിശോധനകൾ നടത്തുമെന്നും കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ് അറിയിക്കുകയും അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. ഈ മറ്റൊരു പ്രധാന വിഷയം, ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ദൃക്സാക്ഷിയായ ഒരു വ്യക്തി പറഞ്ഞത്, അടിയന്തരമായി ഇവരെ എത്തിച്ചപ്പോൾ ഒരു മെഡിക്കൽ സഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം പോലും അവിടെ ഉണ്ടായില്ല. അതായത് ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാൻ ടൂറിസ്റ്റുകൾ നിരവധി വരുന്ന ഇത്തരത്തിൽ ജല ടൂറിസം, അല്ലെങ്കിൽ വെള്ളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബോട്ട് യാത്രകളൊക്കെ ഉള്ള ആ ടൂറിസം സംവിധാനത്തിന് അനിവാര്യമായും പാലിക്കേണ്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പാലിക്കേണ്ടതനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അത്തരം സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ അപകടം നടന്നപ്പോൾ ഉടൻ എത്തിപ്പെടാൻ സാധിക്കാതിരുന്നതും തൊട്ടടുത്തുള്ള ബോട്ടുകൾക്ക് പെട്ടെന്ന് എത്തേണ്ടി വന്നതും. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഈ വീഴ്ചകളെല്ലാം പരിശോധിക്കണമെന്നാണ് ലീ മിൻ ഹോങ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കടുത്ത നടപടികൾ വീഴ്ച വരുത്തിയവർക്ക് നേരെ ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട്. മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ എംബസി ഇവരുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി തന്നെയാണ് ഉണ്ടാകുക. എന്തായാലും വിയറ്റ്നാം പ്രധാനമന്ത്രി വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 15 ഭാരതീയരാണ് വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ചത്.